നമസ്കാരം. കഴിഞ്ഞ ഒരു മാസം രാജ്യത്ത് 10 ആൾക്കൂട്ടക്കൊലകൾ നടന്നുവെന്ന് അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സിന്റെ റിപ്പോർട്ട് പറയുന്നു. ആൾക്കൂട്ടക്കൊലകൾ മാത്രമല്ല, ന്യൂനപക്ഷ സമുദായാംഗങ്ങളുടെ വീടുകൾ സർക്കാർ തന്നെ തകർക്കുന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ കാലത്തും വെറുപ്പ് വ്യാപിക്കുന്നു, സർക്കാരും വെറുപ്പിന്റെ പ്രചാരകരാകും. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ, വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ്, ജമാഅത്തെ ഇസ്ലാമി നേതാവ് ടി മുഹമ്മദ് വേളം, മാധ്യമപ്രവർത്തകൻ ഡി ശ്രീജിത്ത് എന്നിവർ. ആദ്യം ഷാബു പ്രസാദിലേക്ക്. ഷാബു പ്രസാദ്, ഈ ആൾക്കൂട്ടക്കൊല 2014 മുതൽ തന്നെ വ്യാപിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്ക് തന്നെ ഒരു ഘട്ടത്തിൽ അതിനെ അപലപിക്കേണ്ടി വന്നു. RSS മേധാവി അതിനെ അപലപിക്കുന്നു. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ അത് കെട്ടടങ്ങിയെന്ന് തോന്നിയത് വീണ്ടും ഈ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനെ തുടർന്ന് വ്യാപിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കുന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്തുകൊണ്ടാകാം ഇത്? അതായത് ഈ 2014 ശേഷം മാത്രം ഈ ഭാരത രാജ്യത്ത് ഉണ്ടായ ഒരു പ്രത്യേക പ്രതിഭാസമാണ് ഈ ആൾക്കൂട്ട ആക്രമണവും ആൾക്കൂട്ട കൊലപാതകവും എന്നുള്ള മീഡിയ വണ്ണിൻ്റെയും അജിംസിൻ്റെയും ആ കണ്ടുപിടുത്തത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു. അതുമാത്രവുമല്ല, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ഈ ഒരേ കുറ്റകൃത്യം ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ നടക്കുമ്പോൾ അത് വർഗീയ ഫാസിസ്റ്റ് പ്രവൃത്തിയും കേരളത്തിൽ നടക്കുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമായി മാറുന്നതുമായ ആ ഒരു പ്രതിഭാസവും ഇവിടെ കാണുന്നുണ്ട്. അതിനെപ്പറ്റി ISROയോ നാസയോ അങ്ങനെയുള്ള വലിയ വലിയ ഏജൻസികൾ ഒരു പ്രത്യേക ഗവേഷണം നടത്തുന്നതാണ് എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസത്തിന് 2 സ്ഥലങ്ങളിൽ ഈ വ്യത്യാസം വരുന്നത് എന്നുള്ളതിനെപ്പറ്റി. കാരണം ഇവിടെ ഒരു ആദിവാസിയെ ഇത്തിരി ഭക്ഷണം, മാനസിക പ്രശ്നമുള്ള ഒരു ആദിവാസി ഇത്തിരി ഭക്ഷണം മോഷ്ടിച്ചതിന് കെട്ടിയിട്ട് തല്ലിക്കൊന്ന ഈ നാട്ടിൽ ആ കേസ് നടത്താൻ പോലും സർക്കാരിന് പൈസ ഇല്ലായിരുന്നു. ഒടുവിൽ ആ പ്രതികളെ മുഴുവൻ എന്താ ചെയ്തത് നമ്മൾ കണ്ടതാണത്. അങ്ങനെ 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്രയും വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്ത് അവിടെ കുറ്റകൃത്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എല്ലാ കുറ്റകൃത്യങ്ങളും ഇല്ലാത്ത മാവേലി നടന്നും അല്ലല്ലോ. ഷാബു പ്രസാദ്, എൻ്റെ ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം അതല്ല. ഇന്ത്യയിൽ ഒരിടത്തും കുറ്റകൃത്യങ്ങൾ നടക്കുന്നില്ല, കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതല്ല എൻ്റെ ക്വസ്റ്റ്യൻ. 2014 ശേഷം ഈ പറയുന്ന മോബ് ലിഞ്ചിങ് എന്ന പ്രത്യേക ക്രിമിനൽ കുറ്റം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ ഈ IPC പരിഷ്കരിച്ച് പുറത്തിറക്കിയ ഭാരതീയ ന്യായ സംഹിതയിൽ അതിനുവേണ്ടി തന്നെ പ്രത്യേകമായൊരു വകുപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്, അത് വർദ്ധിക്കുന്നതുകൊണ്ടാണ് സുപ്രീം കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതിനൊന്നും കണ്ടടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല. മറ്റൊന്ന്, ഒരു നിമിഷം ഷാബു പ്രസാദ്, ഒരു നിമിഷം. ഈ മധുവിനെ കൊന്ന കേസിൽ, അട്ടപ്പാടിയിൽ മധുവിനെ കൊന്ന കേസിൽ കേസ് നടത്താൻ സർക്കാർ വൈമുഖ്യം കാണിക്കുന്നത് ശരിയാണ്. അതിനെ നമ്മളുൾപ്പെടെ മീഡിയ വൺ ഉൾപ്പെടെ തുറന്നു കാട്ടിയിട്ടുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രസ്താവന പുറത്തു വന്നതാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അലിഗഡിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരാളെ തല്ലിക്കൊന്നിട്ട് ആർക്കെതിരെയും കേസില്ല എന്ന് മാത്രമല്ല, തല്ലിക്കൊല്ലപ്പെട്ട ആൾക്കെതിരെ കൊള്ള നടത്തിയെന്ന് കേസെടുത്തിരിക്കുകയാണ് UP പോലീസ്. ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അല്ല, അത് ഞാൻ അജിംസിനെയും നിങ്ങളുടെ വാദത്തിനെ, നിങ്ങളുടെ സ്റ്റാൻഡിനെ ഞാൻ എൻഡോസ് ചെയ്യുകയാണെന്നേ. 2014 ശേഷം മാത്രം ഉണ്ടായ ഈ മോബ് ലിഞ്ചിങ് എന്ന ഈ പ്രത്യേക പ്രതിഭാസം ഈ ലോകത്താദ്യമായി സംഭവിക്കുന്ന ഒരു കുറ്റകൃത്യം 2014 ശേഷം എന്നെ പരിഹസിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവും. 2014 ശേഷം ഈ കുറ്റകൃത്യത്തിന്റെ എണ്ണത്തിൽ വർധനവുണ്ടായെന്ന് ഞാൻ പറയുന്നതല്ല, സുപ്രീം കോടതി കണ്ടെത്തിയതാണ്. സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടാണ് കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിയമം ഭാരതീയ ന്യായ സംഹിതയിൽ കൊണ്ടുവന്നത്. അങ്ങ് എത്ര വിരുദ്ധോക്തിയിൽ എന്നെ പരിഹസിക്കാൻ ശ്രമിച്ചാലും വസ്തുത അതല്ലാതാവുന്നില്ല. അജിംസെ, ഞാൻ നിങ്ങളുടെ ആ സ്റ്റാൻഡിനെ ഞാൻ കുറച്ചുകൂടി അപ്പുറത്ത് കൂടുകയല്ല ചെയ്തിട്ടുള്ളത്. 2014 ശേഷം അതിനു മുമ്പ് ഇങ്ങനൊരു സംഭവമേ ഇല്ല. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. ഇത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. എണ്ണത്തിൽ വർധനവുണ്ടായെന്ന് ഞാനല്ല പറയുന്നത്, സുപ്രീം കോടതി പറഞ്ഞതാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് സർക്കാർ പുതിയ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വസ്തുതയാണ്. നിങ്ങൾ കണ്ണടച്ചാൽ 2014 ശേഷം ഈ രാജ്യത്ത് ഈ മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ മാത്രമല്ല വർധനയുണ്ടായിട്ടുള്ളത്. ഈ രാജ്യത്തെ ജനസംഖ്യ 120 നിന്ന് 140 കോടി എത്തിയിട്ടുണ്ട്. ഈ രാജ്യത്തെ BSE സെൻസെക്സ് 25,000 നിന്ന് 75,000 ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ രാജ്യത്തെ അതിൻ്റെ നമ്പേഴ്സിലും ക്വാണ്ടിറ്റിയിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്.
ഷൗബ് 2014 ശേഷം ഉണ്ടായ ജനസംഖ്യാ വർധനവിന്റെ നിരക്ക്, 2014 ശേഷം BSE സെൻസെക്സിന്റെ വളർച്ചാ നിരക്ക്, 2014 ശേഷമുള്ള ഈ ആൾക്കൂട്ട കൊലകളുടെ നിരക്ക്, ഇതിനെ കമ്പയർ ചെയ്ത് അങ്ങ് പറയുന്ന ഏതാണ് ഏതിന്റെ നിരക്കാണ് വർധനവാണ് കൂടുതൽ? അല്ല, ഇനിയിപ്പം ഓരോന്ന് എണ്ണിപ്പിറക്കി പറയാനൊന്നും എനിക്ക് ഇവിടെ സമയമൊന്നുമില്ല. അല്ല, നമുക്ക് അതോടൊപ്പം പെട്രോളിന്റെ വില വർധനയൊക്കെ കൂട്ടാൻ വേണ്ടി അങ്ങനെ വർദ്ധിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെട്രോളിന്റെ വില വർധനയും കൂട്ടാം. ഈ കേരളത്തില് ഒരു മാസം മുമ്പ് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ, ഒരു അതിഥി തൊഴിലാളിയെ മൂവാറ്റുപുഴയിൽ തല്ലിക്കൊന്നു. കേരളത്തില് കേരളവും ഇന്ത്യയിൽപ്പെട്ടതാണ്. കേരളത്തെ ഒഴിവാക്കിയ ഒരു കണക്കല്ല ഞാൻ ചോദിക്കുന്നത്. ഈ മൂവാറ്റുപുഴയിലും കേരളത്തിലും സംഭവിക്കുന്ന ഈ ഇതുപോലെയുള്ള ആൾക്കൂട്ട ആക്രമണങ്ങളും നിങ്ങൾ മോദിയുടെ അക്കൗണ്ടിൽ തന്നെ പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് എന്ത് പരിപാടി നടന്നാലും അത് മോദിയുടെ അക്കൗണ്ടിൽ തന്നെ പെടും. മോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, പാകിസ്ഥാന്റെ അല്ല. അപ്പോ അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. ഞാൻ അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കുറ്റകൃത്യങ്ങളും, അതായത് 2000-ന് മുമ്പ് അല്ലെങ്കിൽ 2010-ന് മുമ്പ് ഈ നാട്ടിൽ സൈബർ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അന്നതില്ലായിരുന്നു. അങ്ങനെ അത് 2014-ന് ശേഷം ഇവിടെ ഈ മൊബൈൽ ഫോണുകളും, അതായത് കുറ്റകൃത്യങ്ങൾക്കുള്ള സാഹചര്യങ്ങളും ഇതിനോടൊപ്പം, അതായത് ഓരോ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം വിളകളോടൊപ്പം കളകളും വളരും. അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിന് ഈ രീതിയിലുള്ള വ്യാഖ്യാനം നിങ്ങൾ പറയുമ്പോൾ എനിക്കതിനോട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ കഴിയുമോ ജിംസേ? 2014-ന് മുമ്പ് ഞാൻ അംഗീകരിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദി കൊണ്ടുവന്ന പുതിയ ഒരു ഏർപ്പാടാണ് ഈ മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ ഈ ആൾക്കൂട്ട ആക്രമണം എന്നുള്ളത്. അത് ഞാൻ അംഗീകരിക്കുന്നു. അത് മാത്രമാണ്, അങ്ങനെ തന്നെയാണ്. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ 2014-ന് മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 2014-ന് ശേഷം ഉണ്ടായിട്ടുണ്ട്. രാജ്യത്ത് ജനസംഖ്യ വളർന്നിട്ടുണ്ട്. ജനസംഖ്യ വളരുമ്പോൾ കുറ്റകൃത്യങ്ങൾ കൂടും. അതിന് മോദി എന്ത് ചെയ്യും എന്നാണ് ഷാബു പ്രസാദിന്റെ ചോദ്യം. അദ്ദേഹം അത് അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാണെന്ന് നമുക്ക് മനസ്സിലാവും. അജിംസേ, ഞാൻ അജിംസ് പറഞ്ഞതിനോടൊപ്പം ഇപ്പോൾ തൽക്കാലം യോജിക്കുന്നില്ല. കാരണം 2014-ന് മുമ്പ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് മോബ് ലിഞ്ചിങ്, ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഒറ്റപ്പെട്ടായൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് നമ്മളുടെയൊക്കെ ഒരു അനുഭവവും അറിവും ഒക്കെ. പക്ഷേ ഷാബു പ്രസാദ് ഇത്രയും വ്യക്തമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാദത്തിനോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് വെച്ച് തന്നെ പറയും 2014-ന് ശേഷം മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണല്ലോ. അതിന് കാരണം എന്താ? നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നതാണ് അല്ലേ? അദ്ദേഹം പറഞ്ഞത് ഇവിടെ ജനസംഖ്യ വർദ്ധിച്ചു, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലെ കൊള്ള നടന്നിട്ടുണ്ട്, അതിന്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട്, പെട്രോളിയം പൈസയിൽ വർധനവ് വന്നിട്ടുണ്ട്, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരിപാടി, വർഗീയ കൊലപാതകങ്ങൾ, വർഗീയ അക്രമങ്ങൾ, ലഹളകൾ, അതെല്ലാം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് എന്തിനോടാണെന്ന് അറിയോ? ഈ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു. കാരണം സൈബർ മേഖലയിലുള്ള സാങ്കേതിക സൗകര്യങ്ങൾ, സന്നാഹങ്ങൾ, സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചതുകൊണ്ട് സൈബർ കുറ്റങ്ങൾ വർദ്ധിച്ചു. മുമ്പ് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായില്ല. അത് തന്നെ എനിക്കും പറയാനുള്ളത്. മുമ്പ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ, ഇപ്പോഴുണ്ടാകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു സർക്കാർ ഈ രാജ്യം ഭരിക്കുന്നു. മണിപ്പൂർ പോലെ ഒരു സംസ്ഥാനം ഒരു വർഷത്തിലധികമായിട്ട് കത്തിയെരിഞ്ഞിട്ടും അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് ഒത്താശ ചെയ്യുന്ന പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഒത്താശ ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ കേരളത്തിൽ ഉണ്ടായില്ലേ, മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ ഉണ്ടായിട്ടില്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരേന്ത്യൻ സ്റ്റേറ്റിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഉണ്ടായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ എവിടെ ഉണ്ടായാലും അതിന് ഉത്തരവാദിത്തം പറയാൻ ബാധ്യതപ്പെട്ട ഒരു നേതാവിന്റെ പേരാണ് നരേന്ദ്രമോദി. അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഉത്തർപ്രദേശിന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ പ്രധാനമന്ത്രി അല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഇവിടുത്തെ യൂണിയൻ ടെറിട്ടറീസിന്റെയും സംസ്ഥാനങ്ങളുടെ മുഴുവൻ പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ഒരു പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വേട്ട ഉണ്ടാകുമ്പോൾ, ദളിത് ആദിവാസി സ്ത്രീകൾക്കെതിരെയുള്ള വേട്ടകൾ ഉണ്ടാകുമ്പോൾ വരേണ്ട വാക്കുകൾ ഒന്നും വന്നില്ല. ഇങ്ങനെ ആൾക്കൂട്ട കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തുന്ന ആളുകളെ എൻഡോഴ്സ് ചെയ്ത് അവരെ പിന്തുണയ്ക്കുന്ന നിലപാടെടുക്കുന്നത് കൊണ്ടാണ് ഇതിന് ഉത്തരവാദിത്തം നരേന്ദ്രമോദി പറയണം എന്ന് പറയുന്നത്. അല്ലാതെ നരേന്ദ്രമോദി പറയുന്നതിന് പകരം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോടോ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയോടൊക്കെ ചോദിക്കാൻ പറ്റും നമുക്ക്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടും ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനോടുമാണ് ഇതിന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവരാണ് ഇതിന്റെ മറുപടി പറയേണ്ടത് അല്ലേ? ഇവിടെ ന്യായ സംഹിത എന്ന് പറഞ്ഞ ഈ രാജ്യത്തിന്റെ നിയമസംഹിതയൊക്കെ മാറ്റിമറിക്കാൻ, പേര് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഏത് സംഹിതയിലും ഏത് നിയമമായാലും ആ നിയമങ്ങൾ പ്രകാരം ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കൂടി പറയണ്ടേ? ഇവിടെ ഒരാള് ബീഫ് ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നു, പശുവിനെ വിൽക്കാൻ കൊണ്ടുപോകുന്നു എന്നുള്ള പേരിൽ അയാൾ ആൾക്കൂട്ടം കൊലപാതകം ചെയ്യുന്നു. ഇവിടെ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന്
വല്ല നിയമമുണ്ടോ? ഇവിടെ ബീഫ്, ഇവിടെ പശുവിനെയും പോത്തിനെയും വിൽക്കാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? അപ്പൊ നിങ്ങൾ തീരുമാനിക്കുകയാണ് ആരെ കൊല്ലണമെന്ന്. അതൊക്കെ കൊന്നു കഴിയുമ്പോൾ അതിനൊരു വേറൊരു വേഷം കൊണ്ടുവരാണ്. അയാൾ ബീഫ് കഴിച്ചു, അല്ലെങ്കിൽ അയാൾ പോത്തിനെ കടത്തി, അല്ലെങ്കിൽ അയാൾ പശുവിനെ കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ തീരുമാനിക്കണം. ആളുകൾ കൊല്ലുന്നു ആദ്യം, കൊലപാതകം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ്, സാഹചര്യം ഇങ്ങനെയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ബീഫ് കടത്തിയാൽ, അല്ലെങ്കിൽ ബീഫ് കഴിച്ചാൽ, അല്ലെങ്കിൽ പശുവിനെ കൊണ്ടുപോയാൽ, പോത്തിനെ കൊണ്ടുപോയാൽ കൊല്ലാം എന്നുള്ള ഒരു വ്യവസ്ഥിതി ഈ രാജ്യത്ത് ബെങ്കൻ ധാരണ വരുത്തി വയ്ക്കുന്നത് BJPയും RSSും ഈ രാജ്യത്തെ ആളുകളുടെ ഇടയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു പൊതുബോധത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിന് തന്നെയാണ്. അതിന് കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇത്തരം സംഭവങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ശരി, ശ്രീ ടി മുഹമ്മദ് വേളം, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 2 ദിവസം മുമ്പ് ഈ പറയുന്ന അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്ന സംഘടന, അതൊരു വിജിലൻസ് ഗ്രൂപ്പാണെന്ന് പറയാം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുക, റിപ്പോർട്ട് ശേഖരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അവരുടെ റിപ്പോർട്ടിലാണ് ഇത് സ്പെസിഫിക് ആയിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് അവർ ചൂണ്ടിക്കാട്ടാനുള്ള കാരണം, ഈ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന പശുക്കൊലകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിൽ 3 പേരെ തല്ലിക്കൊന്ന സംഭവം ഒരു ദേശീയ മാധ്യമം ആദ്യം റിപ്പോർട്ട് ചെയ്തില്ല. 3ാമത്തെ ആൾ മരിക്കുമ്പോഴാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ജാർഖണ്ഡിൽ ഒരു സ്ത്രീ മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞ് അവരെയും അവരുടെ ബന്ധുക്കളെയും തല്ലിക്കൊല്ലുന്നു. അങ്ങനെയുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ, ജാർഖണ്ഡിൽ, പശ്ചിമ ബംഗാളിൽ, ഉത്തർപ്രദേശിലെല്ലാം ഈ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുകൂടാതെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരുതരം പ്രതികാര മനോഭാവത്തോടെ ബുൾഡോസർ രാജ് വീണ്ടും തുടരുകയാണ്. ആ ബുൾഡോസർ രാജ് ഇപ്പോൾ വീണ്ടും സജീവമായി തുടരുന്നതിൻ്റെ കാരണം പോലും രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പലരും ആരോപിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് പൊടുന്നനെ വർദ്ധിച്ചു വരാനുള്ള കാരണം എന്താണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? അജിംസെ, രാജ്യത്ത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ നമ്മൾ വേറെ ഒരു കാര്യത്തോടു കൂടി ബന്ധിപ്പിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ പുതിയ മന്ത്രിസഭയിൽ രാജ്യത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരൊറ്റ പ്രതിനിധി പോലുമില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മന്ത്രിസഭയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. രാജ്യത്തെ വൈവിധ്യങ്ങളെ, ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം, ജാതീയമായ വൈവിധ്യങ്ങളെ സൂക്ഷ്മമായി റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു സംഘപരിവാർ മിനിസ്ട്രി കൂടിയാണ് ഇത്. പക്ഷെ അപ്പോഴും വളരെ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ ഒരു മുസ്ലിമും അതിലുണ്ടാകാതിരിക്കാൻ, മറ്റു പല സമുദായങ്ങളും ഉപസമുദായങ്ങളും ഉണ്ടാകാൻ എത്ര ജാഗ്രത പുലർത്തിയിട്ടുണ്ടോ അതുപോലെയോ അതിനേക്കാളോ മുസ്ലിം സമുദായം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും ഈ ഗവൺമെന്റ്, അതിൻ്റെ പിന്നിലുള്ള സംഘപരിവാർ ശക്തികൾ പുലർത്തിയിട്ടുണ്ട്. അതിനൊരർത്ഥമുണ്ട്. ആ റെപ്രസെന്റേഷൻ ഇല്ലായ്മയും ഇപ്പോഴത്തെ ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ മുസ്ലിങ്ങൾ ഭരണത്തിൽ പങ്കുവഹിക്കേണ്ടുന്ന ഒരു കൂട്ടരല്ല, മറിച്ച് അവർ അടിച്ചു കൊല്ലപ്പെടേണ്ട ആളുകളാണ്. ഇതാണ് സംഘപരിവാർ കൃത്യമായി രാജ്യത്തിന് നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ഭരണമാറ്റം ഉണ്ടായ ഉടനെ തന്നെ രാജ്യവ്യാപകമായി, ഒറ്റപ്പെട്ട ഏതോ ഒരു സ്ഥലത്തല്ല, രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2, ഇവിടുത്തെ സെക്കുലർ പാർട്ടികൾ ഇതിനെ ഇതായി തന്നെ അഡ്രസ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അഡ്രസ് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത്, മുസ്ലിം കോസ് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷ വികാരം വ്രണപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു പോളറൈസേഷൻ സംഭവിക്കും, അത് BJPക്ക് അനുകൂലമായിട്ടാണ് ഭവിക്കുക എന്ന വിചാരമാണ്. ഇത് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തെക്കുറിച്ചുള്ള, അവരുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള അങ്ങേയറ്റത്തെ അണ്ടർ എസ്റ്റിമേഷൻ ആണ് എന്നതാണ് ഈ രാജ്യത്തെ എല്ലാ സെക്കുലർ പാർട്ടികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. മുസ്ലിങ്ങളെ അടിച്ചു കൊന്നാൽ, അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ, പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട സെക്കുലർ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ, പ്രതിപക്ഷ നേതാവ് ഒക്കെ സംസാരിച്ചാൽ അപ്പോഴേക്ക് ഇവിടെ ഹിന്ദു പോളറൈസേഷൻ സംഭവിക്കും എന്ന് പറയുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തിന്റെ ധാർമ്മികതയെക്കുറിച്ച്, അവർ മനുഷ്യരെന്ന നിലക്കും മതവിശ്വാസികൾ, ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ എന്ന നിലക്കുമുള്ള അവരുടെ ധാർമ്മികതയെക്കുറിച്ച അണ്ടർ എസ്റ്റിമേഷനാണ്. മാത്രവുമല്ല, അത് വസ്തുതാപരമല്ല.
ഏത് ധാർമ്മികമായ കാര്യവും രാജ്യത്തിലെ മനുഷ്യരോട് സംസാരിച്ചാൽ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് സത്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സത്യത്തെക്കുറിച്ച് മാത്രമല്ല ധാർമ്മികതയെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും കൂടി സംസാരിക്കേണ്ടതുണ്ട്. ആരാണ് ഇവിടെ മനുഷ്യത്വത്തെ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് തരം മനുഷ്യർക്കെതിരെയാണ് ഇവിടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി പറയണം. സാബു പ്രസാദ് ഇവിടെ കേരളത്തിൽ നടന്ന 2 മോബ് ലിഞ്ചിങ്ങുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മനുവിൻ്റെതാണ്. തീർച്ചയായും മനുവിന് നേരെ നടന്നത് മോബ് ലിഞ്ചിങ് ആണ്. അതിന് കാരണം മനു ആദിവാസിയാണ് എന്നത് തന്നെയാണ്. ഒരു ഇതര സംസ്ഥാന തൊഴിലാളി അല്ലെങ്കിൽ അതിഥി തൊഴിലാളിക്ക് നേരെ മൂവാറ്റുപുഴയിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് സാബു പ്രസാദ് പറഞ്ഞു. അതിഥി തൊഴിലാളി ആയതുകൊണ്ടാണ്, ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ടാണ്, നമ്മുടെ ഇടയിൽ അപരവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ഒരു അതിഥി തൊഴിലാളിക്ക് നേരെ ആക്രമണം നടക്കുന്നത്. അതിനെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് ഏറ്റവും അധികം അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഒരു പദ്ധതിയായിട്ട് അപരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ടാണ് എങ്ങനെയാണോ മനു ആദിവാസിയായതുകൊണ്ട് ആക്രമിക്കപ്പെടുന്നത്, എങ്ങനെയാണോ മൂവാറ്റുപുഴയില് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ട് ആക്രമിക്കപ്പെടുന്നത്, അതുപോലെയാണ് അലിഗഡിൽ ജാർഖണ്ഡില് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നത്. അവർ മുസ്ലിങ്ങളായതുകൊണ്ടാണ്. ഇതുകൂടി സാബു പ്രസാദ് അംഗീകരിക്കണം. മറ്റു രണ്ടും ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇത് സാബു പ്രസാദും കൂടി അംഗീകരിക്കണം എന്നാണ് എനിക്ക് ഈ ചർച്ചയിൽ ആവശ്യപ്പെടാനുള്ളത്. ശരി, ശ്രീ ഡി ശ്രീജിത്ത്, കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തെ നന്ദി പ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി വളരെ സ്പെക്ടാക്കുലറായ ഒരു പ്രസംഗം നടത്തി. അത് കേന്ദ്ര സർക്കാരിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കിയെന്ന് പലരും നിരീക്ഷിച്ചു കണ്ടു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം രാജ്യത്ത് വളർന്നു വരുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഹിംസയുടെയും രാഷ്ട്രീയത്തിനെതിരെയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ടി മുഹമ്മദ് വേളം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, സ്പെസിഫിക്കായി രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാണ് ആക്രമിക്കപ്പെടുന്നത്, ആരാണ് അവരെ ആക്രമിക്കുന്നത് എന്ന് വിളിച്ചു പറയാതെ, പോയിന്റ് ഔട്ട് ചെയ്യാതെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തുന്നത് എത്രമാത്രം നിഷ്ഫലമാണ്. ഒരു ആക്രമിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കാൻ ഭയപ്പെടുന്നുണ്ട് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും എന്നാണ് ടി മുഹമ്മദ് വേളം പറയാതെ പറയുന്നത്. ശരിയാണോ അത്? അല്ലേ, ഇതിൽ നമ്മൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന പലതരത്തിലുള്ള ഒരു സ്വാഭാവികമായിട്ടും ഒരു വലിയ രാജ്യമാണ്, നമ്മളുടെ ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്, പല സ്ഥലത്തും പലതരത്തിലുള്ള ഗവൺമെൻറ്റുകൾ ഭരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ അതിന് നമ്മൾ സ്പെസിഫിക്കായിട്ട് കാണേണ്ട ചില ആൾക്കൂട്ട കൊലപാതകങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നത് അതൊരു മതത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ. ഇപ്പോൾ 10 കേസുകളിൽ ഏതാണ്ടൊരു 9 സ്ഥലങ്ങളിലും കൊല്ലപ്പെട്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണ്, ഒരു സ്ഥലത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത് ട്രൈബൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു കൊലപാതകം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന ഒരു പാർട്ടി, അവർക്ക് ഭരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ശക്തിയുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂയിലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരു വളരെ സ്പെസിഫിക് ആയിട്ട് കാണുകയും അതിനൊരു ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുകയും അത് ഒരു തരത്തിലുള്ള ഒരു വളരെ മതവിദ്വേഷപരമായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള ഒരു ആൾക്കൂട്ട കൊലപാതകമാണ് എന്ന് നമ്മൾ ഒരു നിരീക്ഷണത്തിലെത്തുകയും അത് ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതാണെന്നും അത് രാജ്യത്തെ മതേതരത്വത്തിനെതിരാണെന്നും നമ്മൾ കണ്ടെത്തുകയും ചെയ്യുന്നത്. അതൊരു പ്രോസസ്സാണ്. അല്ലാതെ നമ്മൾ പല സ്ഥലത്തും പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പും നടന്നിട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇതിൽ അപ്രസക്തമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ 2022 നമ്മുടെ ഗവൺമെൻറ് തന്നെ ഡിസംബറിലെ അവസാനത്തിൽ നമ്മുടെ വിൻ്റർ സെഷനിൽ നിത്യാനന്ദ റായ്, കഴിഞ്ഞ ഗവൺമെൻറ്റിലെ ആഭ്യന്തര സഹമന്ത്രി, പാർലമെൻറ്റിൽ വച്ചിട്ടുള്ള ഒരു രേഖ പ്രകാരം തന്നെ 2017 2021 ഇടയിൽ ഏതാണ്ട് 2900-ഓളം കേസുകൾ കമ്മ്യൂണിറ്റി റൈറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു BJP ഗവൺമെൻറ് NDA സർക്കാർ വന്നതിന് ശേഷം 2014 മുതൽ തുടർച്ചയായിട്ട് വർഗീയ കലാപങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മുഴുവൻ കൂടുതൽ വിക്ടിംസായിട്ട് മാറുന്നത് ഇവിടുത്തെ മുസ്ലിംസാണ്. ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൽ റെപ്രസെൻറ്റേഷൻസ് മുസ്ലിംസിന് ഇല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ വന്നിട്ടുള്ളൊരു ഗവൺമെൻറ് വരുമ്പോഴും പ്രത്യേകിച്ച് നമുക്കത് കാണാം. അത് ഇവിടുത്തെ നമ്മുടെ ഒരു പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭീതികരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം വലിയൊരു ശതമാനത്തോളം വരുന്നൊരു സമൂഹം
20% മുകളിൽ വരുന്ന സമൂഹം, നിരന്തരമായിട്ട് ആക്രമിക്കപ്പെടുന്ന സമൂഹം, അവർക്ക് ഒരു റെപ്രസെൻറ്റേഷൻ പോലും ഗവൺമെൻറ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേ സമയത്താണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ആൾക്കൂട്ട ആക്രമണങ്ങൾ അവർക്ക് നേരെ പല സ്ഥലത്തും സംഭവിക്കുന്നത്. അത് ഒരു പൊതുവെ ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യാകുലപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അതിന് സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു നടത്തിപ്പുകാരും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൾക്കാരുമായിട്ട് സർക്കാരിൻ്റെ പല ആൾക്കാരും മാറുന്നു എന്നുള്ളതും വളരെ ഒരു അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് നേരത്തെയുള്ളൊരു മുൻ പരിചയങ്ങൾ വച്ചിട്ട് നമുക്കറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ധനകാര്യ സഹമന്ത്രിയും അല്ലെങ്കിൽ സിവിൽ ഏവിയേഷൻ്റെ അക്കാലത്ത് ചുമതലയുണ്ടായിരുന്ന സഹമന്ത്രിയുമായിട്ടുള്ള ജയന്ത് സിൻഹയുടെ നേതൃത്വത്തിൽ മറ്റ് ജാർഖണ്ഡിൽ ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകം നടത്തി കോടതി കൺവിക്റ്റ് ചെയ്തിട്ടുള്ള 7 പ്രതികളെ റാഞ്ചിയിലുള്ള ജയപ്രകാശ് നാരായണൻ ജയിലിൻ്റെ മുന്നിൽ വെച്ചിട്ട് സ്വീകരണം വരെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അക്കാലത്ത് കേന്ദ്ര സഹമന്ത്രിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്ന ഒരാളാണ്. ആ സമയത്ത് ആൾക്കൂട്ട കൊലപാതകം നടത്തി. ആൾക്കൂട്ട കൊലപാതകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ മുസ്ലിങ്ങളെ കൊന്നതാണ്. ഇതിനെല്ലാം ഒരു കേസ് നമുക്കറിയാം. മിക്കവാറും കാര്യങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിനെ ഈ കന്നുകാലി കടത്തുമായിട്ടോ അല്ലെങ്കിൽ ഇവർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അതും നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിൽ ഈ കന്നുകാലി മീറ്റിൻ്റെ ഏറ്റവും വലിയ എക്സ്പോർട്സ് നടക്കുന്നത് മുഴുവൻ ഹിന്ദുക്കളാണ്. ഇതിൽ മുസ്ലിങ്ങൾക്ക് പ്രധാനമായിട്ട് വലിയ റോള് പോലും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ കൊല്ലപ്പെടുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്. അത് വളരെ പ്ലാൻഡായിട്ടൊരു കാര്യമാണെന്നും അത് ഒരു കുറേ കാലമായിട്ട് ഇവിടുത്തെ ഒരു തരത്തിലുള്ള ഒരു ആദർശപരമായിട്ട് ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ മിഷൻ നടത്തുന്നിട്ടുള്ളൊരു വലിയ ഒരു ആക്രമണമാണെന്നും അതൊരു പ്രചരണമാണെന്നും ഇവിടെ നമുക്കുള്ളവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതൊരു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നതിൻ്റെ ഒരു പ്രത്യേകമായിട്ടൊരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോഴത്തെ ഒരു സർക്കാരിൻ്റെ കാലത്ത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിന് പൂർണ്ണമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാനായിട്ട് കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കൊരു കൺഫ്യൂഷൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. കാരണം ഇവിടെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് JDUവിൻ്റെയും അല്ലെങ്കിൽ TDPയുടെയും ഒരു സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വീക്കർ ഗവൺമെൻറ് ആയിരിക്കുമെന്നുള്ളത്. അപ്പോൾ ഇത്തവണ അവർക്കത് വീക്കർ ഗവൺമെൻറ് അല്ല എന്ന് തെളിയിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേറ്റവും ശക്തിയോടുകൂടി തന്നെയാണ് ഈ ഗവൺമെൻറ് നിലനിൽക്കുന്നത് എന്ന് തെളിയിക്കുക. അഥവാ മുൻകാലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്. ഗവൺമെൻറ്റിലെ ഒരു മിനിസ്ട്രിയിൽ പോലും ആർക്കും യാതൊരു ചേഞ്ച് ഉണ്ടായിട്ടില്ല, യാതൊരു പോളിസിയിലും യാതൊരു ചേഞ്ച് ഉണ്ടാവുന്നില്ല. അഥവാ ഇവരൊരു ഗവൺമെൻറ്റിൽ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും യാതൊരു തരത്തിലുള്ള നിങ്ങളുടെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചും നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങളുടെ പോളിസികളിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്നത് ഇവിടുത്തെ അണികളെയും അല്ലെങ്കിൽ ഇവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അറിയിക്കുക എന്നുള്ളൊരു ബാധ്യത കൂടി ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൂടിയുള്ളൊരു നടപ്പിലാക്കലിൻ്റെ ഒരു കാര്യമാണ് ഇതിനെല്ലാം ഒരു മൗനാനുവാദം പല സ്ഥലങ്ങളിലും ചെയ്യുന്നത് എന്നുള്ളത് കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു തരത്തിലുള്ള ഒരു ഭീതിജനകമായിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾക്കിത് ആവർത്തിക്കാനുള്ളൊരു ലൈസൻസ് നൽകുന്നത് ഒരു പ്രശ്നമാണ്. കാരണം നിങ്ങളുടെ ഒരു ഗവൺമെൻറ് പഴയ ഒരു പോളിസിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു വീക്കർ ഗവൺമെൻറ് അല്ല ഇത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളതൊക്കെ ഒരു വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ മോഡിക്കോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള മറ്റ് മന്ത്രിമാർക്കോ ഗവൺമെൻറ്റിനോ യാതൊരു തരത്തിലുള്ളൊരു ശക്തിക്ഷയവും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് പഴയ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ 2014 മുതൽ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇനിയും ആവർത്തിക്കാം എന്നുള്ളതിൻ്റെ ഒരു സിഗ്നൽ കൂടി അണികളുടെ ഇടയിലേക്ക് BJP ഈ ഭരണത്തിൻ്റെ ഒരു ആദ്യകാലത്ത് മുതൽ ഇവർ നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തരത്തിലുള്ള എക്സ്പ്രഷൻ കൂടി ആയിട്ട് ഞാൻ ഈ പറയുന്ന പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ പറയുന്ന ഒരു കൊലപാതകങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് പഹലഖാനെന്നോ അല്ലെങ്കിൽ അഖ്ലഖെന്നോ ജുനൈദെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേര് പോലും അറിയാമായിരുന്നു. കാരണം അതെല്ലാം നമ്മളെ ഓരോ ഇൻസിഡൻസും നമ്മളെ ഞെട്ടിച്ചതായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് പോലും ഇല്ല. കാരണം തുടർച്ചയായിട്ട് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേര് പോലും ഓർത്തിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു തരത്തിലൊരു ഒരു അക്രമങ്ങളുടെ ഒരു തുടർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ തുടർച്ചകൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ശക്തി അല്ലെങ്കിൽ അവരുടെ ഒരു ആശയത്തിൻ്റെ ഒരു ശക്തി അവർക്കൊരു തെളിയിക്കാനുള്ളൊരു അവസരം കൂടിയായിട്ട് മാറുന്നതാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു ജനാധിപത്യ വിശ്വാസിയായിട്ടൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരിൽ
ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രാതിനിധ്യമില്ല എന്നുള്ളത് ഒരു സന്ദേശമായി പുറത്തേക്ക് വിടാൻ സർക്കാർ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ 2019 അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടില്ല, 2024 ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു എക്സ്ക്ലൂഷൻ ഞങ്ങളൊരു നയമാണ് എന്നൊരു സന്ദേശം പുറത്തേക്ക് കൊടുക്കാനാണോ, അതാണോ ഈ പശുക്കൊലകൾക്ക് കാരണമാവുന്നത്? ഞാൻ അതിന് ഇപ്പോൾ ഉടനെ തന്നെ ഉത്തരം പറയാം. ഇപ്പോൾ നിങ്ങളുടെ ഈ ഇതിൽ ഒരു സ്ക്രോളിൻ്റെ അകത്ത് ഒരു ന്യൂസ് വന്നത് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം BJPയുടെ ശക്തി കേന്ദ്രമായ മലപ്പുറത്തെ എടക്കരയിൽ ഒരു ഭിന്നശേഷിക്കാരനായ ഒരു യുവാവിനെ മർദ്ദിച്ചവശനാക്കിയ ഒരു സംഭവം. അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതും കൂടെ നരേന്ദ്രമോദിയുടെ അക്കൗണ്ടിൽ ഒന്ന് പെടുത്തിയേക്കണം, അത് ഞാനൊന്ന് ഓർപ്പിച്ചേക്കാണ്. പിന്നെ ഇവിടെ BJP ഗവൺമെൻറ്, ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ്റിൽ മുസ്ലിം പ്രാതിനിധ്യം ഇല്ല എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഇപ്പോൾ വലിയൊരു വിഷയം. എൻ്റെ അജിംസെ, ഇത്രയും കാലമായിട്ട് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോലും BJPക്ക് കിട്ടുന്നില്ല. ഇവിടെ മലപ്പുറത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തി, അഥവാ ആരെങ്കിലും വന്നാൽ അവനെ ചതിയനും ഹിന്ദുത്വത്തിൻ്റെ അടിമയും നരേന്ദ്രമോദിയുടെ അടിമയും ഒക്കെ ആക്കി ചിത്രീകരിച്ച് ഭീതിപ്പെടുത്തി നിർത്തുന്ന ഒരു സാഹചര്യം കൂടെ ഈ നാട്ടിലുണ്ട്. നിങ്ങൾ തന്നെ പറയുന്നു BJPയും യു പിയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ ഒരാൾ അങ്ങനെ മത്സരിപ്പിച്ചാൽ അവരെ ആരാണ് ഭീതിപ്പെടുത്തുക? യു പിയിൽ അങ്ങനെ ഭീതിപ്പെടുത്തുന്നെങ്കിൽ ഈ യോഗിയൊക്കെ ഒരു മൈറ്റി ആയിട്ടുള്ള റൂളറാണെന്ന് നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കാറുണ്ട്. അങ്ങനെ ആരാണ് ഭീതിപ്പെടുത്തുക നിങ്ങൾ ഒരാൾക്ക് സീറ്റ് കൊടുത്താൽ? ഇത് ഒരു കാര്യമുണ്ട്, സീറ്റ് കൊടുത്ത കാര്യം ആ കൂട്ടത്തിൽ നിന്ന് ആരും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് BJPയിൽ മത്സരിക്കാൻ തയ്യാറായിട്ട് ആൾക്കാർ വരുന്നില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ BJP പറയാറ്. മൈനോറിറ്റികൾക്കിടയിൽ മോദിക്ക് വലിയ തോതിലുള്ള സ്വാധീനമുണ്ട്, മോദിക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, മോദിക്ക് ജയ് വിളിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല BJP പുറത്തുവിടുന്ന വീഡിയോകളിൽ പർദ്ദയിട്ട സ്ത്രീകൾ മോദിക്ക് ജയ് വിളിക്കുന്ന എത്രയോ വീഡിയോകൾ ഞാൻ കാണിച്ചു തരാം. ഇനി പറയുന്നതൊക്കെ ഇവിടെ ഇപ്പോൾ തൃശ്ശൂര് സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതിന് സത്യത്തിൽ മീഡിയ വണ്ണിനോട് പ്രത്യേക സുരേഷ് ഗോപി നന്ദി പറയേണ്ടതുണ്ട് കേട്ടോ. കാര്യം മീഡിയ വൺ അതിന് വേണ്ടിയിട്ട് വലിയ ജോലി ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത എത്രയോ മുസ്ലിങ്ങളെ പേഴ്സണലായിട്ട് എനിക്കറിയാം. ഷാബു തന്നെയാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് മത്സരിക്കാൻ ആളെ കിട്ടാത്ത പറയുന്നത് കേൾക്ക്. അതായത് അവർക്ക് പക്ഷേ ഇത് പബ്ലിക്കായിട്ട് പറയാൻ, ഞാൻ സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്തത് എന്ന് പബ്ലിക്കായിട്ട് പറയാൻ തയ്യാറാവാത്ത, എന്നാൽ വോട്ട് ചെയ്ത ഒരുപാട് പേരെ എനിക്കറിയാം. കാര്യം ഇവിടുത്തെ കാര്യം പ്രസാദ്, നമ്മുടെ നാട്ടിലെ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം ഈ ഗവർണർ ആവുന്നതിന് മുമ്പ് ഒരു BJP പ്രവർത്തകനാണ് ആണല്ലോ. സെയ്ദ് ഷാനവാസ് ഹുസൈൻ കേന്ദ്രമന്ത്രിയായിരുന്നു. മുഖ്താർ അബ്ബാസ് നഖ്വി കേന്ദ്രമന്ത്രിയായിരുന്നു. BJPയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനാണ് അബ്ദുള്ള കുട്ടി. ഇവരെയൊക്കെ ആളുകൾ ഭീഷണിപ്പെടുത്തി ഓടിക്കുകയാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഒരു കാര്യമുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു BJP മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നും പറയുന്നു, മുസ്ലിങ്ങളെ ചെയ്യുന്നില്ല എന്നും പറയുന്നു. നിങ്ങൾ തന്നെ ഇവരുടെയൊക്കെ പേരും പറയുന്നു. ഒന്ന് പറയാൻ 2014 ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ എത്ര മുസ്ലിങ്ങളെ ഹാൻഡ് പിക്ക് ചെയ്തു? അവരൊന്നും ഇലക്ഷനിൽ ജയിച്ചിട്ടല്ല. നിങ്ങൾ തന്നെ പറയുന്നു BJP ഹിന്ദു വർഗീയ ഫാസിസ്റ്റുകളാണ്. ഈ BJP ഈ നാട്ടിലെ 19 കോടി മുസ്ലിങ്ങളെ ആറ്റം ബോംബിട്ട് കൊല്ലാൻ നടത്തുന്നവരാണ്. ഈ നാട്ടിലെ 19 കോടി മുസ്ലിങ്ങളെയും ഇവിടുന്ന് ഒരു സുപ്രഭാതത്തിൽ നാട് കടത്താൻ പോകുന്നവരാണ്, കൂട്ടക്കൊല ചെയ്യാൻ പോകുന്നവരാണ്. നിങ്ങൾ തന്നെ പറയുന്നു BJP ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക ജിംസേ. അല്ല, മുസ്ലിം പ്രാതിനിധ്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാത്തവരെ ഹാൻഡ് പിക്ക് ചെയ്തു. ജോർജ് കുര്യൻ എങ്ങനെയാണ് കേന്ദ്രമന്ത്രിയായത്? ജോർജ് കുര്യൻ അപ്പൊ നിങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്, കൃത്യമായി ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നാണ്. അതായത് നിങ്ങളിപ്പോ ആവശ്യപ്പെടുന്നത് വർഗീയ ഫാസിസ്റ്റ് തേങ്ങാക്കൊലയായ സംഘപരിവാർ മുസ്ലിം വിരുദ്ധരായ മുസ്ലിങ്ങളെ കൊല്ലാൻ നടക്കുന്ന RSSും BJPയും നരേന്ദ്രമോദിയും മുസ്ലിങ്ങളെ പരിഗണിക്കുന്നില്ല, മുസ്ലിങ്ങളെ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല. ഇത് രണ്ടും കൂടെ എങ്ങനെയാണെന്ന് ശരിയാവില്ല. ഷാബു പ്രസാദ്, നിങ്ങൾ ആരെങ്കിലും കൊല്ലുന്നുണ്ട് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെ നമുക്ക് അതിന്റെ പേരിൽ ചർച്ചയാവാം. നിങ്ങൾ ജനവിഭാഗങ്ങളെ കൊല്ലുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചർച്ചയാവും. എന്റെ ചോദ്യം അതല്ല. ഒരു സമുദായത്തിൽ നിന്ന് ഒരു മന്ത്രി പോലും വേണ്ട BJP തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾ തന്നെയാണ്. ഞാനങ്ങനെ പറഞ്ഞില്ല. എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. സാമുദായിക അടിസ്ഥാനത്തിലല്ല ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനങ്ങളെ ഏറ്റവും നന്നായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നവൻ,
ആ മണ്ഡലത്തിനെ ഏറ്റവും നന്നായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നവൻ, അയാൾ ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും ഇവിടെ നിന്ന് ജയിച്ചു, ഇപ്പം മലപ്പുറത്ത് നിന്ന് ജയിച്ചയാൾ അദ്ദേഹം അബ്ദുസമദ് സമദാനി, അദ്ദേഹം ആ മലപ്പുറത്തെ ഓരോ പൗരൻ്റെയും റെപ്രസെൻറ്റേറ്റീവാണ്. അദ്ദേഹത്തിന് അനുകൂലമായും പ്രതികൂലമായും വോട്ട് ചെയ്തവരുടെ. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു, ആ തൃശ്ശൂരിലെ ആ മണ്ഡലത്തിലെ ഓരോരുത്തരുടെയും റെപ്രസെന്റേറ്റീവാണ്. അവിടെ ജാതിയും മതവും അല്ല. അങ്ങനെ ഇവിടെ നിയമവും മത്സരിച്ച് ജയിച്ചവരാണോ നിങ്ങൾ കേന്ദ്രമന്ത്രിയാക്കിയിട്ടുള്ളത്? എല്ലാവരും അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചവരാണോ? ജനപിന്തുണയുള്ള ആളുകളാണോ? കഴിവുള്ളവരെയാണ്. ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പാക്കാനും ഗവൺമെന്റിന്റെ ജോലി ചെയ്യാനും കഴിവും പ്രാപ്തിയും ഉള്ളവരെയാണ്. അവിടെ മതവും ജാതിയും നോക്കിയോ അല്ല ചെയ്തിട്ടുള്ളത്. അതാണ് വേണ്ടത്. അവിടെ ഗവൺമെന്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ നാട്ടിലെ 140 കോടി ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ രാജ്യത്താകെ ഒരൊറ്റ സ്ഥാനാർത്ഥി മതി എന്ന് BJP തീരുമാനിക്കാൻ കാരണം എന്താണ്? ഭരണഘടനാ പ്രകാരം വിടുന്നത്. നിങ്ങൾ മലപ്പുറത്ത് ഒരിടത്ത് മാത്രം ഒരൊറ്റ സ്ഥാനാർത്ഥിയെ BJPക്ക് ഉണ്ടാവൂ എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഈ നാട്ടിലെ നിയമമനുസരിച്ച്, തെരഞ്ഞെടുപ്പ് നിയമമനുസരിച്ച് മുസ്ലിങ്ങളിൽ നിന്ന്, ഹിന്ദുക്കളിൽ നിന്ന്, ക്രിസ്ത്യാനികളിൽ നിന്ന് അവരുടെ ജനസംഖ്യ ആനുപാതികമായി സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊള്ളണം എന്ന ഒരു നിയമം ഈ നാട്ടിലില്ല. അങ്ങനെ ഉണ്ടെന്നാരെങ്കിലും പറഞ്ഞോ? നിങ്ങൾ ചൂസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഭരണഘടന എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ സമുദായത്തിൽ നിന്ന് ഒരു പ്രതിനിധി കേന്ദ്രമന്ത്രിസഭയിലില്ല? നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ മലപ്പുറത്തെ അബ്ദുസ്സലാം ഒഴികെ ഒരൊറ്റ ആൾക്കും ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം. ആ ഒരു മണ്ഡലത്തിലെയും ഈ നാട്ടിലെ ജനങ്ങളെയും റെപ്രസെന്റ് ചെയ്യാൻ ഏറ്റവും യോഗ്യതയുള്ളവരെ അതാത് മണ്ഡലങ്ങളിൽ നിർത്തും. അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതില്ല. അതിൻ്റെ അകത്ത് യാതൊരു നിയമവിരുദ്ധതയുമില്ല, അതിൻ്റെ അകത്ത് യാതൊരു ഭരണഘടനാ വിരുദ്ധതയുമില്ല. നിങ്ങളാണ് ഇതിനെ വളച്ചൊടിച്ച് ഈ രീതിയിലാക്കി ഇതിൽ നിന്ന് വർഗീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത്. നിങ്ങളും മീഡിയ വണ്ണും നിങ്ങളും ഇവിടെ ഇരിക്കുന്നവരും ഒക്കെ തന്നെയാണത്. അതിനെ ആ രീതിയിൽ തന്നെ കാണുന്നുള്ളൂ. ഷാബു പ്രസാദ്, രാജ്യത്ത് 20% വരുന്ന ഒരു ജനവിഭാഗം, അവർ ജാതിയോ മതമോ എന്തുമാകട്ടെ, ഒരു 20% വരുന്ന ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു ജനവിഭാഗം, അവരിൽ നിന്ന് നിങ്ങളുടെ 540 സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമാണ്, മലപ്പുറത്ത് ഒരാൾ മാത്രമാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയെങ്കിൽ അത് നിങ്ങൾ വിശദീകരിക്കേണ്ടതേ ഇല്ല. ഈ നാട്ടിൽ 140 കോടി ജനമാണുള്ളത്. ആ 140 കോടി ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നവർ ഏത് വിഭാഗത്തിൽ നിന്നായാലും അവിടെ എത്തണം. അവിടെ ജാതിയും മതവും ഇല്ല. അതായത് ഈ 140 കോടി ജനങ്ങളിൽ ഈ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ കഴിവുള്ളവരല്ല ഈ 20% വരുന്ന ജനവിഭാഗം എന്ന് നിങ്ങൾ പറയുകയാണ്. അവിടെ അത് വിഷയമല്ല. അത് വിഷയമാണ്. ജയിച്ചു പോകുന്നവർ ആ 20%-നെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അവരും ചെയ്യുന്നില്ല. ആ ജനങ്ങളുടെ താല്പര്യവും ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആ ജനങ്ങളുടെ താല്പര്യമാണ് തല്ലിക്കൊല്ലപ്പെടുന്നത്. ഒരു മാസമേ ആയുള്ളൂ മോദി അധികാരം. ഒരു മാസത്തിൽ 10 പേരെ തല്ലിക്കൊന്നു. അത് ഇവിടെ മൂവാറ്റുപുഴയിലും തല്ലി. അതുകൂടെ മോദിയുടെ ഒരു മാസത്തെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഒരു മാസത്തെ മറുപടി പറഞ്ഞേ പറ്റും. നിങ്ങളാ ഭരിക്കുന്നത്. BJPയാണ് ഭരിക്കുന്നത്, മോദിയാണ് ഭരിക്കുന്നത്. അട്ടപ്പാടി മധുര തല്ലിക്കൊന്നാലും ഈ ഒരു മാസത്തിൽ 10 പേരെ തല്ലിക്കൊന്നാലും അതിന് മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഭരിക്കുന്ന സർക്കാരാണ് മറുപടി പറയേണ്ടത്. ന്യൂസ് സ്ക്രോൾ ചെയ്യുന്ന ഇടക്കരയിലെ സംഭവം കൂടെ നിങ്ങൾ മോദിയുടെ അക്കൗണ്ടിൽ പെടുത്ത്. എല്ലാം പെടുത്തും. അങ്ങനെ വേണം. എല്ലാം രാജ്യത്ത് നടക്കുന്ന മുഴുവൻ ക്രൈമിനും ആൻസർ പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്, കേന്ദ്ര സർക്കാരാണ്. പിന്നെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഫെഡറലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അത് രണ്ടും കൂടെ ചെയ്യരുത്. ഇതൊരു ഫെഡറൽ റിപ്പബ്ലിക്കാണ്. ഈ ഓരോ സംസ്ഥാനത്തിനും ക്രമസമാധാനത്തിന്റെ ചുമതല അല്ലാതെ സംസ്ഥാനങ്ങൾക്കാണ്. ഇത് രണ്ടും കൂടി പറയുന്നത് സംഭവത്തിൽ കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും. നിങ്ങൾ ചർച്ച സംസ്ഥാനത്തിന്റെ അവകാശത്തിൽ കൈകടത്തുന്നു. ഏത് സംസ്ഥാനത്തെ ആൾക്കൂട്ട കൊലയ്ക്കാണ് മറുപടി പറയുക? അതായത് ഇപ്പോ ഈ കേരളത്തിൽ നടന്ന ആൾക്കൂട്ട കൊലപാതകത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടാൽ ഇതേ ഫ്ലോറിൽ നിങ്ങൾ പറയും ഇത് സംസ്ഥാന വിഷയമാണ്, ക്രമസമാധാനം സംസ്ഥാന വിഷയമാണ്. യുപിയിൽ ഇടപെടുവോ? ജാർഖണ്ഡിൽ ഇടപെടുവോ? അതാത് സംസ്ഥാനങ്ങളാണ്
അതാത് യുപിയിൽ ഇടപെടോ? യുപിയിൽ തല്ലിക്കൊല്ലപ്പെട്ട ആൾക്കെതിരെ കേസ്. അതാത് തല്ലിക്കൊല്ലപ്പെട്ട ആൾക്കെതിരെയാണ് യുപിയിൽ കേസ്. അതായത് ക്രമസമാധാനം എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ആ സ്റ്റേറ്റ് അതാത് സംസ്ഥാനങ്ങളാണ് അതിൻ്റെ അത് നടപടി എടുക്കേണ്ടത്. അതിഥികൾക്കെതിരെ ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കൾ ഈ വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരെ ധാരാളമായി സംസാരിക്കുന്നു. പക്ഷേ സ്പെസിഫിക്കായി എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഈ ആൾക്കൂട്ടക്കൊലകൾക്ക് വിധേയരാകുന്ന ഒരാളുടെയും വീട്ടിൽ രാഹുൽ ഗാന്ധി പോകുന്നില്ല. ന്യൂഹിൽ കലാപം നടക്കുമ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കളും അവിടെ എത്തുന്നില്ല. അതേസമയം മണിപ്പൂരിനെ കുറിച്ച് വാദവരാതെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായ ഇരകൾ അവരോടൊപ്പം നിന്നു കഴിഞ്ഞാൽ തങ്ങളൊരു മുസ്ലിം പാർട്ടിയായി മുദ്രകുത്തപ്പെടുമോ എന്നൊരു ഭയം കോൺഗ്രസിനുണ്ടോ? ഇല്ല ജിംസെ, നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ പോരെ. ഇവിടെ വിദ്വേഷ പ്രചരണങ്ങൾ അല്ലെങ്കിൽ വർഗീയ പ്രചരണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ കോൺഗ്രസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏത് തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയുടെ അരങ്ങേറ്റ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചത് വയനാട്ടിൽ വന്ന് അഭയം തേടി എന്നുള്ള രീതിയിൽ BJP-കാർ പ്രചരണം നടത്തുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു മണ്ണാണ് വയനാട്. എന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും BJP വലിയ രീതിയിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തി കോമാളിയായിട്ട് ചിത്രീകരിച്ചു, പപ്പു എന്ന് ആക്ഷേപിക്കുമ്പോഴൊക്കെ എനിക്ക് അഭയം തന്ന, രാഷ്ട്രീയ അഭയം തന്ന മണ്ണാണ് വയനാട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ. അദ്ദേഹം മണിപ്പൂർ മാത്രമല്ല, അദ്ദേഹം ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരെ, അതായത് പ്രതിഷേധിക്കുന്ന ആളുകളുടെ മതം നോക്കിക്കൊണ്ട്, ജാതി നോക്കിക്കൊണ്ട് അവർ വീടിടിച്ച് നിരത്തുന്ന യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരെയും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലുള്ള പ്രശ്നം ഇതിനെ എല്ലാം കൂടുന്നതാണ്. ഈ പറഞ്ഞ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതും അവരെ വേട്ടയാടുന്നതും പശുവിൻ്റെ പേരിൽ അല്ലെങ്കിൽ പോത്തിൻ്റെ പേരിൽ, ബീഫിൻ്റെ പേരിൽ കൊല്ലുന്നതും, വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിളിക്കുന്ന ദൈവങ്ങളുടെയൊക്കെ പേരിൽ കൊല്ലുന്നതും, മണിപ്പൂരിൽ പീഡിപ്പിക്കുന്നതും, ബുൾഡോസർ രാഷ്ട്രീയം നടത്തുന്നതും, ഇതെല്ലാം വരുന്നത് ഒരൊറ്റ ബ്രെയിനിൽ നിന്നാണ്. അത് സംഘപരിവാറിൻ്റെ ബ്രെയിനിൽ നിന്നാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നേരിട്ട് മോദിയെ ആക്രമിക്കുന്നത്. മോദിയുടെ ആശയങ്ങൾ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അത് കൃത്യമായിട്ട് BJP-ക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് വളച്ചുകെട്ടില്ലാതെ ഒരു കാര്യം ചോദിക്കാം. ഒരാൾ മതത്തിന്റെ പേരിൽ മറ്റു ഒരു കൂട്ടത്താൽ തല്ലിക്കൊല്ലപ്പെടുന്നു. മതത്തിന്റെ പേരിൽ, അങ്ങനെ തന്നെ പറയണം, അതിന്റെ പേരിൽ തല്ലിക്കൊല്ലപ്പെടുന്നു. അപ്പോൾ ആ തല്ലിക്കൊല്ലപ്പെടുന്ന ആ സംഭവത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ വെറുക്കരുത്, നിങ്ങൾ സ്നേഹിക്കണം, സ്നേഹത്തിന്റെ കട തുറക്കണം, ഇതല്ലല്ലോ പറയേണ്ടത്. തല്ലിക്കൊല്ലുന്നവരോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഇത് നിങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങൾ ഇന്ന കാരണത്താലാണ് ചെയ്യുന്നത്, ഞാൻ ഈ തല്ലിക്കൊല്ലപ്പെട്ട മനുഷ്യനോടൊപ്പമാണ് എന്ന് പറയാതെ നമ്മൾ ഈ സ്നേഹത്തിന്റെ കട തുറന്നിട്ട് എന്ത് കാര്യം ചിന്തോ? അല്ല, അതിന് അങ്ങനെ ഞാനതിനെ വേറെ രീതിയിലാണ് കാണുന്നത്. ഈ തല്ലിക്കൊല്ലുന്ന കൊല്ലപ്പെടുന്ന മനുഷ്യനോടൊപ്പമായിരുന്നു രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നോക്കൂ. രാഹുൽ ഗാന്ധി 2014 മുതൽ ഈ സംഭവവികാസങ്ങൾ രാജ്യത്ത് വ്യാപകമാണ്. രാഹുൽ ഗാന്ധി ഇങ്ങനെ കൊല്ലപ്പെട്ട എത്ര പേരുടെ വീട് സന്ദർശിച്ചു? അല്ല, ഇതിൽ വീട് സന്ദർശിക്കുന്നത് മാത്രമല്ല, രാഹുൽ ഗാന്ധി നിരന്തരം ഈ രാജ്യത്ത് മുഴുവൻ പറയുന്നത് നിങ്ങൾ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കൂ എന്ന് പറഞ്ഞാൽ കൃത്യമാണ് അതിന്റെ സന്ദേശം. നിങ്ങൾ ആരെയാണ് ഇവിടെ വേട്ടയാടുന്നത്? അപരവൽക്കരിക്കുന്ന ആരെയാണ്? ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളെ, ഇവിടുത്തെ ന്യൂനപക്ഷ വിശ്വാസികളെ, ഇവിടുത്തെ ക്രിസ്ത്യാനികളെ, ഇവിടുത്തെ മറ്റേ സിഖുകാരെ, അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ, അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങളെ, ദളിതരെയാണ് ഇവിടെ അപരവൽക്കരിക്കുന്നത്. ആ ആളുകളെ ചേർത്ത് നിർത്തണമെന്ന് ആരോടെ പറയുന്നത്? ഇവിടുത്തെ ഭൂരിപക്ഷം എന്ന് അവകാശപ്പെടുന്ന ആളുകളോടെ പറയുന്നത്. ആ ഭൂരിപക്ഷം എന്ന് നമ്മൾ പറയുന്ന ആ സോ കോൾഡ് ഭൂരിപക്ഷമല്ലേ, ആ മെജോറിറ്റി തീരുമാനിച്ചാലല്ലേ എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. നരേന്ദ്രമോദിയുടെ മനസ്സിനല്ല മാറ്റം വരേണ്ടത്. ഈ തല്ലിക്കൊല്ലുന്നവർ, ഈ പശു സംരക്ഷക ഗുണ്ടകൾ, അങ്ങനെ തന്നെ വിളിക്കണം, പശു സംരക്ഷക ഗുണ്ടകൾ, തല്ലിക്കൊല്ലുന്നവർ, അവർക്കൊരു ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജിയാണ് രാജ്യത്തെ ഭൂരിപക്ഷ മതവിഭാഗം പേറുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കോൺഗ്രസ്സുകാർ? ഇല്ല, ഒരിക്കലുമില്ല. ഈ പശു സംരക്ഷകർ ഫോളോ ചെയ്യുന്ന ഐഡിയോളജി അല്ല ഈ രാജ്യത്തെ ഭൂരിപക്ഷം ആളുകളും ഫോളോ ചെയ്യുന്നതെന്നുള്ള എന്നുള്ളതിന്റെ തെളിവല്ല ഈ രാജ്യത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമല്ലേ നടക്കുന്നത്. ഈ രാജ്യത്ത് മുഴുവൻ ആളുകളും അങ്ങനെ തീരുമാനിച്ചാൽ ഈ പശു സംരക്ഷകരുടെ ഐഡിയോളജിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അജിംസിന് വാർത്ത വായിക്കാനോ എനിക്കിതുപോലെ സംസാരിക്കാനോ പറ്റുമോ? ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾക്ക് മാത്രമല്ലേ ഈ രാജ്യം സംസാരിക്കാൻ പറ്റുള്ളൂ. ഈ രാജ്യത്തെ ഭൂരിപക്ഷം ആളുകളും ഇവരോടൊപ്പമല്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലും എല്ലാം നമ്മൾക്ക് വെളിവാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട്
തന്നെയാണ് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പറയുന്നത്. ആരുടെ മൈൻഡ് സെറ്റാണ് മാറേണ്ടത്? നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ മൈൻഡ് സെറ്റ് അല്ല. ഈ കൊല്ലാൻ പോകുന്ന ആളുകളെ കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്ന, മൗനം ഭജിക്കുന്ന ആളുകളില്ലേ, ആ മൗനിയായിട്ട് നിൽക്കുന്ന ആളുകളെ, അവരുടെ സൈലൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. അവരാണ് ഇടപെടേണ്ടത്. കൊല്ലുന്ന ഒരു മനുഷ്യനെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ, പശുവിന്റെയോ മൃഗത്തിന്റെയോ പേരിൽ കൊല്ലുമ്പോൾ ആ കൊല്ലാൻ വരുന്നവരെ തടയാൻ തോന്നേണ്ടത് കൊല്ലപ്പെടുന്നവനല്ല തടയാൻ തോന്നേണ്ടത്, കണ്ടു നിൽക്കുന്ന ആളുകൾ, അതിൽ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ. സമൂഹത്തിന് തോന്നണം ഇത് തടയണമെന്ന്. ഒരു സമൂഹത്തിന് മാറ്റമുണ്ടെങ്കിലേ ഈ രാജ്യത്ത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ. കേവലമായിട്ട് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതുകൊണ്ടോ നരേന്ദ്രമോദി നന്നാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടോ ഒരു അർത്ഥമില്ല. നരേന്ദ്രമോദി നന്നായാൽ ഈ രാജ്യം നന്നാവില്ല. നരേന്ദ്രമോദി ഒരു നരേന്ദ്രമോദിയല്ല, അതുപോലെ 1000 പേരുണ്ട്. മഹാത്മാഗാന്ധിയെ കൊന്ന ആളുകൾ ഇന്നും നിറതോക്കുകൾ കൊണ്ട് വെടിവെക്കുന്ന ആർക്ക് നേരെയാ? ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയാ. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടിയത് എന്തിന്റെ പേരില? ഇവരുടെ പ്രത്യയശാസ്ത്രത്തിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ്. അതേ കാര്യം തന്നെയാണ് ഇന്ന് രാഹുൽ ഗാന്ധി ചെയ്യുന്നതും. അന്ന് മഹാത്മാഗാന്ധി ചെയ്ത അതേ ആശയങ്ങൾ. കൊല്ലാൻ വരുന്നവരെ തടയേണ്ടത് കൊല്ലപ്പെടുന്ന ആളല്ല, കൊല്ലാൻ വരുന്നവരെ തടയേണ്ടത് കണ്ടു നിൽക്കുന്ന, മിണ്ടാതെ നിൽക്കുന്ന സമൂഹമാണെന്നുള്ള സന്ദേശമാണ് രാഹുൽ ഗാന്ധി വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കണം എന്നുള്ള വാചകത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ശരി, ടി മുഹമ്മദ് വേളം, അതായത് രാജ്യം ധാർമ്മികമായി വല്ലാതെ പാപ്പരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കൂട്ടക്കൊലകൾക്കെതിരെ സമൂഹം നോക്കുകുത്തിയായി നിൽക്കുന്നു. അങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുന്ന വിധം ധാർമ്മികമായി മരവിച്ചു പോയ രാഷ്ട്ര മനസ്സാക്ഷിയെ ഉണർത്തുകയാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അദ്ദേഹം ചെയ്യുന്നത് മഹാത്മാഗാന്ധി അക്കാലത്ത് ചെയ്ത കാര്യങ്ങൾക്ക് തുല്യം വരുന്നൊരു കാര്യമാണെന്നാണ് ഡോക്ടർ ജിൻഡോ ജോൺ പറയുന്നത്. നമ്മൾ ഇവിടെ സംഘപരിവാർ ആക്രമണം നടത്തുക മാത്രമല്ല ചെയ്യുന്നത്. ആ ആക്രമണം ഏതോ ഒരു അഖ്ലാഖിനോട്, ഏതോ ഒരു ജുനൈദിനോട് അവർക്കുള്ള ഒരു വിദ്വേഷം അവർ പ്രകടിപ്പിക്കുന്നു, അങ്ങനെ അവരെ അടിച്ചു കൊന്നുകളയുന്നു എന്നതല്ല ഈ കാര്യം. മറിച്ച് ആ അഖ്ലാഖും ആ ജുനൈദുമൊക്കെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അതിലൂടെ അവർ ഒരു അധികാര പ്രയോഗമാണ് നടത്തുന്നത്. മറ്റൊന്ന്, ഇതിനെ നോർമലൈസ് ചെയ്യുകയാണ്. ഇവരെ ഇങ്ങനെ അടിച്ചൊക്കെ കൊല്ലാവുന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൊല്ലേണ്ടുന്ന ഒരു കൂട്ടരാണ് എന്ന ഒരു മെസ്സേജ് രാജ്യത്തിന് നൽകുക എന്നതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾ സന്നദ്ധമാണോ? ഇത് ഇങ്ങനെ നോർമലൈസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ഇതൊരു അസാധാരണമായ കാര്യമാണ്. ഇത് മനുഷ്യ മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് നേരത്തെ ചോദിച്ചതുപോലെ ആര് കൊല്ലുന്നു, ആരെ കൊല്ലുന്നു, ഒരു പ്രശ്നം, ഒരു സാമൂഹിക പ്രശ്നം എന്ന് പറയുന്നത് അതിനൊരു കാരണമുണ്ടായിരിക്കും. ആ കാരണത്തെ അഡ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ നോർമലൈസേഷനെ മറികടക്കാൻ കഴിയുക. നമ്മൾ മോബ് ലിഞ്ചിങ്ങിന്റെ ഒരു ചരിത്രം കൂടി ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതാണ്. അമേരിക്കയിൽ അടിമത്ത വ്യവസ്ഥ അവസാനിപ്പിച്ച സന്ദർഭത്തിലാണ് ചരിത്രത്തിലെ മോബ് ലിഞ്ചിങ്ങുകളുടെ ഒരു വലിയ ബൂമിംഗ് എന്ന് പറയുന്നത്. ആ സന്ദർഭത്തിലാണ് അടിമകളായ ബ്ലാക്സിനെതിരായിട്ട് വൈറ്റ്സ് നടത്തിയ വലിയ ആക്രമണങ്ങളുടെ ഒരു ചരിത്രം ലോക ചരിത്രത്തിൽ, അമേരിക്കയുടെ ചരിത്രത്തിലുണ്ട്. എന്തിനാണത്? അവരെ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്, അങ്ങനെ ചെയ്യപ്പെടേണ്ട ഒരു കൂട്ടരാണ്. ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയുടെ ചരിത്രം എടുത്താലും ഇവിടുത്തെ ദളിതുകൾക്കെതിരെ, പിന്നോക്കക്കാർക്കെതിരെ അല്ലെ ഉപ്പ് എന്ന് കടയിൽ പോയി ചോദിച്ചതിന് ഒരു മനുഷ്യനെ അടിച്ചു കൊന്ന ചരിത്രം നമ്മുടെ കേരളത്തിൽ ഒറ്റപ്പാലത്തുണ്ട്. എന്തേ ആരും അന്ന് ഒരു പ്രശ്നവും ഉണ്ടാകാതിരുന്നത്? അങ്ങനെ കൊല്ലാവുന്ന ഒരു കൂട്ടരാണവർ എന്ന ഒരു നോർമലൈസേഷനാണ്. ഇതേ കാര്യമാണ് അജിംസെ ഇന്ന് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ആവർത്തിക്കുന്നത്. അന്ന് അമേരിക്കയിലെ മനുഷ്യർ, ആഫ്രോ അമേരിക്കക്കാർ ഏതവസ്ഥയിലായിരുന്നുവോ, ഇന്ത്യൻ ജാതി വ്യവസ്ഥ അതിന്റെ പ്രത്യക്ഷ സ്വഭാവത്തിൽ കൊടികുത്തി വാഴുന്ന കാലത്ത് ആ മനുഷ്യർ, ദളിതുകൾ, പിന്നോക്കക്കാർ, ആദിവാസികൾ അവരേതവസ്ഥയിലായിരുന്നുവോ ആ അവസ്ഥയിൽ മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോയി നിർത്തുകയാണ്. ആ സന്ദേശമാണ് അവർ രാജ്യത്തിന് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ ഇവിടെ ഉത്തരവാദപ്പെട്ട ആളുകൾ സന്നദ്ധമാണോ? അഫ്രോ അമേരിക്കക്കാർക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ വെറുപ്പിനെതിരെ സ്നേഹത്തിന്റെ കട എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇത് അടിമകൾക്കെതിരായിട്ട്, പഴയ അടിമകൾക്കെതിരെ, തൊട്ടു മുമ്പുള്ള അടിമകൾക്കെതിരെ ഉടമകൾ നടത്തുന്ന ആക്രമണമാണ്. ബ്ലാക്സിനെതിരെ വൈറ്റ്സ് നടത്തുന്ന ആക്രമണമാണ്. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിൽ സവർണർ അവർണർക്കെതിരെ ജാതി പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ആക്രമണമാണെന്ന് പറയാൻ ചരിത്രത്തിന്റെ ആ ഘട്ടത്തിൽ
ഒരുപാട് നവോത്ഥാന നായകന്മാർ, അടിമ വിമോചകന്മാർ ഉണ്ടായത് കൊണ്ടാണ് ജിംസെ ചരിത്രത്തിന് ആ പ്രശ്നത്തെ ഭേദിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ഞങ്ങൾ ചോദിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഈ ഘട്ടത്തിൽ ഈ പ്രശ്നത്തെ ഇങ്ങനെ തിരിച്ചറിയാൻ, ചരിത്രത്തിന്റെ തുടർച്ചകളിൽ ഇവിടെ ആക്രമിക്കുന്നവരും ആക്രമിക്കപ്പെടുന്നവരും മാറുന്നുണ്ടാകാം, പക്ഷെ ആക്രമണമെന്ന് പറയുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചർ, അതിന് മാറ്റമുണ്ടാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സോഷ്യൽ സ്ട്രക്ചറിനെ, ആക്രമണത്തിന്റെ, ഹിംസയുടെ സ്ട്രക്ചറിനെ തിരിച്ചറിയാനും ഇതൊരു സ്ട്രക്ചറാണ് എന്ന് ഈ രാജ്യത്തോട് പറയാനും, ഇത് നോർമലല്ല, ഇത് വളരെ കൃത്യമായി സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്ന് പറയാനും, അങ്ങനെ രാജ്യത്തെ മനുഷ്യത്വത്തിന്റെ നോർമൽസിയിലേക്ക് കൊണ്ടുവരാനും ഇവിടെ ആളുണ്ടോ എന്നതാണ് ചോദ്യം. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ഇത് ഇങ്ങനെ ആവർത്തിച്ചാൽ ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണോ? ഇങ്ങനെ വയലൻസിനെ നോർമലൈസ് ചെയ്താൽ അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുമെന്ന് ആളുകൾ വിചാരിക്കരുത്. ശിവ വിശ്വനാഥ് ഒരു സന്ദർഭത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗുജറാത്തിലെ ഒരു വീട്ടിൽ, ഒരു വീട്ടിന്റെ അകത്ത് ആ വീട്ടിലെ ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളായ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഒരു വഴക്ക് നടക്കുകയാണ്. ആ ആൺകുട്ടി പെൺകുട്ടിയെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആൺകുട്ടി പെൺകുട്ടിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ മുസ്ലിങ്ങളെ ചെയ്തതുപോലെ ഞാൻ നിന്നോട് ചെയ്യും. നിങ്ങൾ വേറൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കും. നേരത്തെ സാബു പ്രസാദ് പറഞ്ഞു, രാജ്യത്ത് ഒരുപാട് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ആക്രമണങ്ങളുടെ, കുറ്റകൃത്യങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, രാജ്യത്ത് പലതരത്തിലുള്ള വയലൻസ് ഭീകരമായിട്ട് വർദ്ധിച്ച തോതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. അതിന്റെ കാരണം എന്താണ്? മുസ്ലിങ്ങൾക്കെതിരെ വയലൻസ് നോർമലൈസ് ചെയ്യപ്പെടുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരായ വയലൻസ് മാത്രമല്ല നോർമലൈസ് ചെയ്യപ്പെടുന്നത്, വയലൻസ് തന്നെ ഈ രാജ്യത്ത് നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. വയലൻസിന് ഇങ്ങനെ NOC കൊടുത്താൽ, വയലൻസിന് ഇങ്ങനെ സാമൂഹികമായ അംഗീകാരം കൊടുത്താൽ, വയലൻസിനെതിരായിട്ട് രാജ്യത്തെ ഉത്തരവാദപ്പെട്ടവർ, ഒരു പ്രത്യേകമായ വയലൻസിനെതിരെ രാജ്യത്തെ ഉത്തരവാദപ്പെട്ടവര് നിശബ്ദത പാലിച്ചാൽ അത് അവിടെ മാത്രം നിൽക്കും എന്ന് രാജ്യത്തെ ഉത്തരവാദപ്പെട്ടവർ വിചാരിക്കരുത്. അത് രാജ്യത്തിന്റെ എല്ലാ തലത്തിലേക്കും പടരുകയും പലതരത്തിലുള്ള ദുർബലതയും അത് അപകടപ്പെടുത്തുകയും അപായപ്പെടുത്തുകയും ചെയ്യും എന്ന ബോധ്യം കൂടി രാജ്യത്തെ ഉത്തരവാദപ്പെട്ടവർക്ക് ഉണ്ടാവണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രീ ഡി ശ്രീജിത്ത്, ഈ വെറുപ്പിനെ തടയുക എന്നുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോസിൽ ഈ പ്രതിപക്ഷം എത്രമാത്രം വിജയം കാണുന്നുണ്ട്? പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ ഈ വെറുപ്പിന്റെ അങ്ങാടിയിലെ സ്നേഹത്തിന്റെ കടതുറക്കലൊക്കെ ജനം എത്രമാത്രം സ്വീകരിക്കും? അതിന്റെ ഫലപ്രാപ്തി എത്രയാണ്? അല്ല, അതൊരു സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമുക്കൊരു പൊളിറ്റിക്കൽ പ്രോസസ്സിലോടുകൂടി ഈ ജനാധിപത്യം തിരിച്ചു പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഈ പറഞ്ഞ രീതിയിൽ വെറുപ്പിനെ കുറയ്ക്കാനുള്ളൊരു ഒരേ ഒരു മാർഗ്ഗമുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു അപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ പാർട്ടികളും അതിഭീകരമായിട്ടുള്ളൊരു ജാഗ്രത പുലർത്തേണ്ട ഒരു കാലമാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് ഇതേപോലെ ഒരു ലിഞ്ചിങ് ആണ് നമ്മുടെ ഒരു ഡിസ്കഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു അപ്പോൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഒരേ ഒരു സംഘടന കിസാൻ സഭ മാത്രമാണ് ഇതിലൊരു തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളൊരു സംഘടനയുടെ പേര് പോലും ഞാൻ ചിലപ്പോൾ കാണാത്തതായിരിക്കും. പക്ഷേ ഒരു ബേസിക്കായിട്ടൊരു സെർച്ചിൽ നിന്ന് എനിക്ക് കിട്ടിയത് മറ്റേ ഒരു പ്രതിപക്ഷ സഖ്യങ്ങളിൽ ആകപ്പാടെ കിസാൻ സഭയാണ് ഒരു രീതിയിൽ നമുക്ക് അറിയുന്ന സംഘടനകളിൽ ഒരു സംഘടന. ഈ പറഞ്ഞ രീതിയിൽ പല മനുഷ്യാവകാശ സംഘടനകളും നടത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂട്ടത്തിലല്ല പെടുന്നത്. ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനകളിൽ കിസാൻ സഭയാണ് ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ വളരെ രൂക്ഷമായിട്ട് നിർത്തും. ഞാൻ പറയുന്നത് എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട ഒരു കാര്യമാണിത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പൊളിറ്റിക്കൽ, നമ്മൾ പറയുന്ന രീതിയിൽ ഒരു റെപ്രസെൻറ്റേഷൻ്റെ ഒരു ഇഷ്യൂ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മുസ്ലിം മതറിംഗ് എന്ന് പറയുന്ന സംഭവം റെപ്രസെൻറ്റേഷനുമായിട്ട് സത്യം പറയണമെങ്കിൽ ഡയറക്റ്റായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏതാണ്ട് 25 മുതൽ 30 കോടി മനുഷ്യരോളം മുസ്ലിങ്ങൾ ഈ രാജ്യത്തുണ്ട്. അതൊരു ഭയങ്കര ഒരു സംഖ്യയാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഒരുപക്ഷെ ഇംഗ്ലണ്ടിലെയും ബ്രിട്ടനിലെയും ജർമ്മനിയിലെയും ഫ്രാൻസിലെയും ജനസംഖ്യ ഒരുമിച്ച് കൂട്ടിച്ചേർത്താൽ കിട്ടുന്നിടത്തോളം ജനസംഖ്യയുള്ള ഒരു തരത്തിലുള്ള ഒരു മുസ്ലിംസ് മാത്രം ഇവിടെ ഇന്ത്യയിൽ മാത്രമുണ്ട്. അത്രമാത്രം വലിയൊരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിൽ BJP റെപ്രസെൻറ്റേഷൻ നൽകുന്നതിന് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അവർ
മറ്റേ രാഷ്ട്രപതിയായിട്ട് അബ്ദുൽ കലാമിനെയും അതിനുശേഷം 2 വർഷം ഒരു ട്രൈബൽ നേതാവിനെയും പിന്നെ ഒരു ദളിത് നേതാവിനെയും രാഷ്ട്രപതിയാക്കിയിട്ടുണ്ട്. പല സ്ഥലത്തും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസ് അവർ പല സ്ഥലത്തും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഈ സോഷ്യൽ സ്ട്രക്ചറിനെ ഗുണപ്പെടുത്തുന്ന തരത്തിലല്ല ചെയ്തിരിക്കുന്നത്. മറിച്ച് ഹിന്ദുത്വയുടെ ഐഡിയോളജിയെ ബലപ്പെടുത്താൻ പാകത്തിനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇത് മുഴുവൻ നടത്തിയിട്ടുള്ളത്. മുസ്ലിംസ് അവർ ഇതിലേക്ക് എത്തിക്കില്ല എന്നുള്ളത് പ്രധാനമായിട്ട് അത് ബേസിക്കലി ഒരു ഹിന്ദുത്വ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ഇതിന് പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് തിരിച്ചറിയുകയും അതിനോട് വളരെ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുകയും ചെയ്യണം. വെച്ചാൽ ഇപ്പോൾ തരത്തിൽ വെച്ചാൽ കുറച്ച് കാലമായിട്ടുള്ളൊരു തരത്തിലൊരു ഭയമുണ്ട്. കാരണം ദേശീയ തലത്തിൽ പ്രത്യേകിച്ചും ഈ പറയുന്ന ഹാർട്ട്ലാൻഡ്, ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ എന്തോ എല്ലാവരും ഈ പറയുന്നൊരു ഹിന്ദുത്വ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നോ അവർ മുഴുവൻ BJPക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, അവരുടെ അടുത്ത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് മീഡിയ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ മീഡിയയുടെ പ്രചരണം ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികളും ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വം ഒരു ആദർശമായിട്ടും അല്ലെങ്കിൽ അതൊരു ജനാധിപത്യത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയുമായിട്ടും അല്ലെങ്കിൽ ഒരു കുറുക്കു വഴിയുമായിട്ട് ഇപ്പോൾ പല പ്രതിപക്ഷ പാർട്ടികളും തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഈ കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് അതിനൊരു മറുപടിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇപ്പോഴും അവരുടെ ജീവിത സാഹചര്യങ്ങളും ജീവിത പ്രശ്നങ്ങളും തന്നെയുള്ളതാണെന്നാണ് UP നമ്മളെ പഠിപ്പിക്കുന്നത്, രാജസ്ഥാൻ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ ഹിമാചൽ പ്രദേശും പഞ്ചാബും പഠിപ്പിക്കുന്നത്. ഇതൊരു നിസ്സാരമായിട്ടൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഇവിടങ്ങളിൽ നടക്കുന്നിട്ടുള്ള ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ ഈ പറയുന്ന രീതിയിലൊരു വളരെ രൂക്ഷമായിട്ടുള്ള മതത്തിൻ്റെ പേരിലുള്ള വിദ്വേഷത്തിൻ്റെ പേരിലുള്ള ഈ ആക്രമണങ്ങൾ, ആൾക്കൂട്ടാക്രമണങ്ങൾ ഞാൻ നേരത്തെ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ആൾക്കൂട്ടാക്രമണങ്ങൾ മറ്റ് പല സ്ഥലങ്ങളിൽ നടക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നാലും അതിപ്പോൾ ഒരു മതത്തിൻ്റെ പേരിലാണ് നടക്കുന്നതെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ട് കാണണം. അല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ വ്യത്യസ്തമായിട്ട് കാണണം. കാരണം വെച്ചാൽ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ മുഴുവൻ നമ്മൾ ഒരേ ഗണത്തിൽ പെടുത്താനേ പറ്റില്ല. ഇതിനൊരു പാറ്റേൺ ഉണ്ടാവും, ഇതിനൊരു സ്വഭാവം ഉണ്ടാവും. അത് പ്രത്യേകിച്ചും ഇതേപോലെ ഈ കാറ്റിൽ ഇതിൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ബീഫിൻ്റെ പേരിലായിക്കോട്ടെ എന്തിൻ്റെ പേരിലായിക്കോട്ടെ അതിനൊരു തുടർച്ചയായിട്ടൊരു സ്വഭാവം വരുമ്പോൾ അത് മതപരമായിട്ട് ഒരു ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു എന്ന് പറയുന്ന വിശാല ഹിന്ദുത്വ എന്നോ അല്ലെങ്കിൽ പറയുന്ന ഒരു അഭിമാന ഹിന്ദുത്വ എന്ന് പറയുന്ന അതിലേക്ക് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് വരുന്ന മനുഷ്യരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ബീഫിൻ്റെ പേരിൽ അല്ലെങ്കിൽ പശുമാംസമാണ് എന്ന് പറഞ്ഞിട്ട് ആക്രമിക്കാം, മുസ്ലിങ്ങളെ ആക്രമിക്കാം എന്ന് പറയുന്ന ഒരു ധൈര്യം കൊടുക്കുക. ഇപ്പോൾ UPയിലും മധ്യപ്രദേശിലും എല്ലാം ഇതിന് പശു സംരക്ഷണം അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇഷ്ടംപോലെ സേനകളും സംഭവങ്ങളും ഉണ്ട്. അതിൻ്റെ പേരിൽ പല എക്സ് ക്രിമിനലുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പല സംഘടനകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ അതിനെക്കുറിച്ചിട്ട് വളരെ വിശാലമായിട്ട് എഴുതിയിട്ടുള്ളതാണ്, നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഈ പറയുന്ന സംഘടനകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. പക്ഷേ അത്തരം സംഘടനകൾ പല സ്ഥലത്തും ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളെ ഇതിനുപയോഗിക്കുകയും ഇതിന് ചെയ്യുന്നൊരു കാര്യം അത് കുറച്ച് കാലമായിട്ടൊരു പാറ്റേൺ ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾക്കറിയാം, ഇവിടെ മറ്റു പാർട്ടികൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ജാഗ്രത ഉണ്ടാവുകയും അതിനെ ഫലപ്രദമായിട്ട് ചെറുക്കുകയും. പ്രതിപക്ഷത്തിന്റെ ജാഗ്രത ഏത് മേഖലയിലാണ് വേണ്ടത് ഈ കാലഘട്ടത്തിൽ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ശ്രീജിത്ത്. വളരെ നന്ദി ശ്രീജിത്ത്. ശ്രീ ടി മുഹമ്മദ് വേളം, ഷാബു പ്രസാദ്, ജിൻഡോ ജോൺ.